LCM എന്ന ടോപ്പിക്കിന്റെ മാജിക് മാസ്റ്ററിയാണ് ഞാൻ നിങ്ങളെ ഈ ബോർഡിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. LCM ഓഫ് 5, 10, 20 ആൻഡ് 50. നമ്മൾ ഈ 4 നമ്പറുകൾ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 5, 10, 20, 50. മാജിക് മാസ്റ്ററി ഓഫ് LCM ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ നമ്മുടെ സ്കൂളുകളിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്ന മെത്തേഡ് 5, 10, 20, 50. ഒരു വരയിടുന്നു. LCM ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 100. ഇതാണ് സാധാരണ രീതിയിൽ ടീച്ചർമാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന മെത്തേഡ്. എന്നാൽ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് LCMന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 2, LCM എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 3, ഈ ബേസിക് കോൺസെപ്റ്റുകൾക്ക് LCM എന്ന ടോപ്പിക്കുമായി ഉള്ള റിലേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാൽ മാജിക് മാസ്റ്ററി എന്ന മെത്തേഡിലൂടെ ഞാൻ നിങ്ങളെ LCM പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് LCMന്റെ മീനിങ് മനസ്സിലാവും. LCMവും ആയി ബന്ധപ്പെട്ട ബേസിക് ഫണ്ടമെന്റൽസ് എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഈ ബേസിക് ഫണ്ടമെന്റൽസ് LCM എന്ന ടോപ്പിക്കുമായുള്ള റിലേഷൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. 5, 10, 20, 50. ഇതിലെ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്യുക. ഇതിലെ ഏറ്റവും വലിയ നമ്പർ 50 ആണ്. ഇനി ചെയ്യേണ്ടത് മറ്റ് നമ്പറുകൾ 50ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. 5 50ന്റെ ഫാക്ടർ ആണ്. അതിന് കാരണം 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇന്റിജർ ആണ് നമുക്ക് കിട്ടുന്നത്. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇന്റിജർ ആണ് കിട്ടുന്നത്. 10, 10.5, 10.25 ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ അത് ഇന്റിജർ അല്ല, മിക്സഡ് ഫ്രാക്ഷൻ ആയി മാറുമായിരുന്നു. അപ്പൊ ഇവിടെ ഇന്റിജർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് 5 50ന്റെ ഫാക്ടർ ആണ് എന്ന് പറയാം. 5 50ന്റെ ഫാക്ടർ ആണ് എങ്കിൽ 50 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് അങ്ങോട്ട് പോയാൽ ഫാക്ടർ, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്പിൾ. ഇനി അടുത്ത നമ്പർ നോക്കാം. 10 50ന്റെ ഫാക്ടർ ആണ്, അല്ലെങ്കിൽ 50 എന്നത് 10ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നമ്മൾ 5 50ന്റെ ഫാക്ടർ ആണ് എന്ന് പറയുമ്പോൾ 5ഉം 10ഉം ഇവരെ ഒന്നിച്ച് പറഞ്ഞാൽ 5ഉം 10ഉം 50ന്റെ കോമൺ ഫാക്ടർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു നമ്പർ ആണെങ്കിൽ ഫാക്ടർ എന്നും, ഒന്നിൽ കൂടുതൽ നമ്പറുകൾ വന്നാൽ കോമൺ ഫാക്ടർ എന്നും പറയും. ഇത് തിരിച്ചു പറഞ്ഞാൽ 50 എന്നത് 5ന്റെയും 10ന്റെയും കോമൺ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വീണ്ടും അടുത്ത നമ്പർ സെലക്ട് ചെയ്യുക. 20 50ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. 20 50ന്റെ ഫാക്ടർ അല്ല. കാരണം 50നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5/2 ഈസ് ഈക്വൽ ടു 2.5 എന്നാണ് കിട്ടുന്നത്. 2.5 എന്നാണ് കിട്ടുന്നത്. അത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് 20 50ന്റെ ഫാക്ടർ അല്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 50ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. 50ന്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 50 ഗുണം 2 സമം 100 ആണ്. 100. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 20 100ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. 20 100ന്റെ ഫാക്ടർ ആണ്. കാരണം 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്റിജർ കിട്ടുന്നു, അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ റിമൈൻഡർ കിട്ടുന്നില്ല. 50 100ന്റെ ഫാക്ടർ ആണ്. കാരണം എന്തുകൊണ്ടാൽ 50ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടാണ് നമ്മൾ 100 എടുത്തത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് 50 100ന്റെ ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും 5, 10, 20, 50 ഇവരെല്ലാവരും 100ന്റെ കോമൺ ഫാക്ടേഴ്സ് ആണ്. തിരിച്ചു പറഞ്ഞാൽ 100 എന്ന് പറയുന്നത് 5, 10, 20, 50 ഇവരുടെ എല്ലാം കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും.
100 ഇവരുടെ കോമൺ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 100ന്റെ മറ്റ് മൾട്ടിപ്പിളുകൾ 100 × 2, 100 × 3, 100 × 4 ഇവരെല്ലാവരും 5, 10, 20, 50 ഇവരുടെ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. 100 കോമൺ മൾട്ടിപ്പിൾ ആണെങ്കിൽ 100ന്റെ മറ്റ് മൾട്ടിപ്പിളുകൾ എല്ലാം 200, 300, 400, 500 ഇവരെല്ലാവരും 5, 10, 20, 50 ഇവരുടെ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലിസ്റ്റിൽ ഈ കോമൺ മൾട്ടിപ്പിൾസിന്റെ ലിസ്റ്റിൽ ഏറ്റവും ചെറിയ നമ്പർ ആര്? ഈ കോമൺ മൾട്ടിപ്പിൾസിന്റെ ലിസ്റ്റിൽ ഏറ്റവും ചെറുതാര്? ഈ ലിസ്റ്റിലെ ഏറ്റവും ചെറിയ ആളാണ് 100. ചെറുത് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ലീസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയും? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 100നെ നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും. നമ്മൾ ടീച്ചർമാരുടെ ലാംഗ്വേജ് ഇങ്ങനെ ചെയ്തപ്പം 100 LCM ആണെന്ന് കണ്ടു. പക്ഷെ എന്തുകൊണ്ടാണ് 100 ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിന്റെ മീനിങ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഈ രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് LCMന്റെ മീനിങ് പിടികിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം, LCMവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ബേസിക് കോൺസെപ്റ്റുകൾ ഞാൻ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിലൂടെ എന്തെല്ലാം ബേസിക് കോൺസെപ്റ്റുകളാണ് പറഞ്ഞത്? ഫാക്ടർ പഠിപ്പിച്ചു, മൾട്ടിപ്പിൾ പഠിപ്പിച്ചു, കോമൺ ഫാക്ടർ പഠിപ്പിച്ചു, കോമൺ മൾട്ടിപ്പിൾ പഠിപ്പിച്ചു, അതോടൊപ്പം തന്നെ ഇന്റീജർ പഠിപ്പിച്ചു, ഫ്രാക്ഷൻ പഠിപ്പിച്ചു, അതോടൊപ്പം 50/20 = 2.5 എന്ന് ഞാൻ പറഞ്ഞപ്പോ ഡിവിഡന്റ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് സോഫ്റ്റ്വെയറിലൂടെ ടീച്ചർമാർ പറഞ്ഞു തരും. ചുരുക്കി പറഞ്ഞാൽ മാത്തമാറ്റിക്സിലെ 20 ബേസിക് ഫണ്ടമെന്റൽസ് ഈ ഒരൊറ്റ എക്സാമ്പിളിലൂടെയാണ് ടീച്ചർമാർ പഠിപ്പിക്കുന്നത്. ഈ 20 ബേസിക് ഫണ്ടമെന്റൽസ് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർമാർ 40 എക്സാമ്പിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെറും 4 നമ്പറുകളിലൂടെ ഈ 20 ബേസിക് ഫണ്ടമെന്റൽസ് പഠിക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് LCMവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കോൺസെപ്റ്റുകൾ എന്താണെന്നും ആ കോൺസെപ്റ്റുകൾക്ക് ഈ LCM എന്ന ടോപ്പിക്കുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നും ഈ ഒറ്റ എക്സാമ്പിളിലൂടെ തന്നെ പഠിപ്പിക്കും. ഈ ഒരു മെത്തേഡിനെയാണ് മാജിക് മാസ്റ്ററി എന്ന് പറയുന്നത്. അതായത് LCMന്റെ മാജിക് മാസ്റ്ററി ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും മാജിക് മാസ്റ്ററി ആണ് നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ളത്. ഞാനത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നിങ്ങളെ വിശദമായി കാണിക്കാം.